ഈശോ മൃതനായതോടെ അന്ധകാരത്തിൻ്റെ മണിക്കൂർ അവസാനിച്ചു. മരണത്തിനു മുൻപ് ക്രൂരരായ ശത്രുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ നേർക്ക് തിന്മകൾ ചെയ്യുവാൻ കഴിഞ്ഞു. മരണത്തിന് ശേഷം വെളിച്ചം വീശി. പിന്നീട് നന്മ, സ്നേഹം, ആനന്ദം ഇവയുടെ പ്രവർത്തനമായി. അരിമത്യായിലെ ജോസഫ് വലിയ പണക്കാരനായിരുന്നു. സെൻഹേദ്രിൻ്റെ ഒരംഗവുമായിരുന്നു അയാൾ. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, അയാൾ രഹസ്യത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. യഹൂദരെ പറ്റിയുള്ള ഭയം പിന്നെ അയാൾക്കില്ലാതായി. അയാൾ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ മൃതശരീരം വിട്ടുകൊടുക്കണമെന്ന് ധൈര്യമായി തന്നെ ആവശ്യപ്പെട്ടു. അയാളോട് ഒന്നിച്ച് ഒരു നിയമജ്ഞനായ നിക്കോദെമോസും ഉണ്ടായിരുന്നു. കൂട്ടുകാരുടെ കുറ്റപ്പെടുത്തലിൽ നിന്നൊഴിയാൻ വേണ്ടി നിക്കോദെമോസ് രാത്രികാലങ്ങളിൽ ഒളിച്ചായിരുന്നു ഈശോയുടെ അടുക്കൽ വന്നിരുന്നത്. ഇപ്പോൾ സ്നേഹം മാത്രമാണ് പ്രബലപ്പെട്ടത്. അവരും വിശ്വസ്തരായ മറ്റു ശിഷ്യന്മാരും കൂടിയാണ് സംസ്കാരം നടത്തിയത്. തിരുശരീരം അസ്തമനത്തിനു മുൻപ് കുരിശിൽ നിന്നിറക്കി. സാബത്ത് അസ്തമനത്തോടെ ആരംഭിക്കും. കുരിശിന് നേരെ കോണിച്ചാരി അവർ അതിന്മേൽ കയറി. കൈക്കാലുകളിന്മേൽ നിന്ന് ആണികൾ ഊരിയിട്ടാണ് വക്കശീല താങ്ങി ശരീരം മെല്ലെ താഴേക്കിറക്കിയത്. അവിടുത്തെ തലയിൽ നിന്നവർ വളരെ സൂക്ഷിച്ച് മുൾമുടി ഊരി. മരവിച്ച ശരീരം മുഴുവൻ രക്തവും ആഴമേറിയ മുറിവുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാം അവർ സൂക്ഷിച്ചു കഴുകി സുഗന്ധദ്രവ്യങ്ങൾ പൂശി. നിക്കോദെമോസ് കൊണ്ടുവന്നിരുന്ന ഒരു വക്കുശീലയിൽ പൊതിഞ്ഞു. ദേവമാതാവും മറ്റു ഭക്തസ്ത്രീകളും ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ദുഃഖം നിറഞ്ഞ അവരുടെ നോട്ടം ഹൃദയസ്പർശകമായിരുന്നു. തോട്ടത്തിലാണ് കല്ലറ തയ്യാറാക്കിയിരുന്നത്. അരിമത്യായിലെ ജോസഫിൻ്റെ വകയായിരുന്നു ആ കല്ലറ. മൃതദേഹം വഹിച്ചുകൊണ്ടവർ നിശബ്ദരായി അങ്ങോട്ട് നീങ്ങി. കല്ലിൽ വെട്ടിയിരുന്ന ആ കല്ലറ അതിനു മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതല്ല. നട ഇറങ്ങിച്ചെന്നവർ തിരുശരീരം ആ കല്ലറയിൽ വെച്ചു. സ്ത്രീകൾ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തല അവർ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു. ദേഹത്തും കല്ലറയിലുമെല്ലാം സുഗന്ധദ്രവ്യങ്ങൾ തെളിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഒരു വലിയ കല്ലെടുത്ത് കല്ലറ അടച്ചു. മാതാവ് അതിദുഃഖിതയായിരുന്നു. പക്ഷേ ദുഃഖം കൊണ്ട് ആ സ്വാതി ചഞ്ചലയായില്ല. സമാധാനവും ശാന്തതയും പ്രതീക്ഷയുമായിരുന്നു ആ ഹൃദയത്തിൽ.